ഞാനൊരു ചെരുപ്പ് വാങ്ങാനായിട്ട് ചെരുപ്പ് കടയിൽ പോയതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം ഞാൻ ഗൂഗിൾ പേ ചെയ്തു. ഗൂഗിൾ പേ ചെയ്ത സമയത്ത് അവർ പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ചെരുപ്പെല്ലാം കവറിൽ എനിക്ക് തരാൻ നോക്കുന്ന സമയത്താണ് അവർ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ചെരുപ്പ് അവർ തന്നിട്ടില്ല. കയറിയിട്ട് നിങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ കയറുകയാണെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരു 7 ദിവസം ഞാൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 7 ദിവസം വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും, കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല, തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ 7 ദിവസം കഴിഞ്ഞിട്ടും ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. എൻ്റെ അക്കൗണ്ട് കയറിയിട്ടില്ല എന്ന് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു. ബാങ്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, നിങ്ങളുടെ ഈ ഒരു ടൈമിന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളെ കയറിയിട്ടൊന്നുമില്ല, ഒരു 1000 രൂപ ഇല്ല, അതൊന്നും ഞങ്ങളെ കയറിയിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ചെറുതായിട്ടൊരു വാശിയായി. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കുകയാണ് ഉണ്ടായത്. അപ്പം അവിടെ നിന്നിട്ടും എനിക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതായത് ആ ചെരുപ്പിൻ്റെ എമൗണ്ടും അതേപോലെ എനിക്കുണ്ടായ മെൻ്റൽ അഗോണിക്ക് 5000 റുപ്പീസും ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പൈസ ഇത്രയും ചെറിയ എമൗണ്ട് എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു എമൗണ്ട് ചെറുതല്ല.